So this critical thinking can be encouraged through incorporating challenging questions throughout the lecture. സോ ലെക്ചർ എല്ലാവരും പറയുന്നത് ഇതിൽ ക്രിട്ടിക്കൽ തിങ്കിങ് ഒന്നും ഇൻവോൾവ് ആവില്ല, പാസീവായിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കുക മാത്രമേ ചെയ്യുള്ളൂ എന്നാണ്. അങ്ങനെയല്ല. ഒരു ലെക്ചറിൽ മോട്ടിവേറ്റിംഗ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ഉള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് എങ്കിൽ കുട്ടികൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ഫർദർ പഠിക്കാനായിട്ടൊക്കെ മോട്ടിവേറ്റഡ് ആവുകയൊക്കെ ചെയ്യും. സോ ദാറ്റ്സ് വൈ ലെക്ചർ ഓൾസോ പ്രൊമോട്ട്സ് ക്രിട്ടിക്കൽ തിങ്കിങ്. So these are the various purposes of lectures. We'll see the purposes once more. To provide structured knowledge, to motivate and guide in hunting knowledge, to arouse students' interest in an area, to introduce students to a new area of learning, to clarify difficult concepts, to assist in preparing for a discussion, to promote critical thinking. Now let's see about the various lecturing techniques that can be involved for successful delivery of a lecture. The first technique is voluntary dissemination of information or spontaneity. സോ ഒരു ടീച്ചർ സ്പോണ്ടേനിയസ് ആയിട്ട് പറയുകയാണ് അല്ലെങ്കിൽ ഒരു ഫ്ലോയിൽ ഒരു ലെക്ചർ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി വെരി എഫക്റ്റീവ്. അതേസമയം മുറിഞ്ഞ് പല കാര്യങ്ങൾ സ്പോണ്ടേനിറ്റി ഒന്നും ഇല്ലാതെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിട്ടുപോയി പിന്നെ വേറെ പല കാര്യങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ the students won't be interested in that particular lecture. So this is what the first technique says, voluntary dissemination of information or spontaneity. It is the essence of lecturing. Reading continuously from the note or the slides that will hamper the spontaneity and reduce the interest of the students. A teacher should converse freely with the students. നല്ല ഫ്ലോയിൽ കുട്ടികളോട് സംസാരിക്കുന്ന പോലെ വേണം ഒരു ലെക്ചർ എടുക്കാനായിട്ട്. The teacher should also consider student-friendly vocabulary, language, effective preparation of lecture notes, objective evaluation of life experiences through practice, thorough practice, and these are various essential things in order to develop spontaneity. So spontaneity ne ഉണ്ടാക്കാനായിട്ടുള്ള അല്ലെങ്കിൽ സ്പോണ്ടേനിറ്റി ഒരു ടീച്ചർക്ക് ഉണ്ടാവാനുള്ള ബേസിക് തിങ്സ് ആണ്. സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി വൊക്കാബുലറി യൂസ് ചെയ്യണം, ലാംഗ്വേജ് സ്റ്റുഡൻസിന് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം, സ്റ്റുഡൻറ്റ് ആഡിക്യുവേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം, പിന്നെ ലൈഫ് എക്സ്പീരിയൻസസിനെ ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യണം. വോയിസ് ഗ്രഡേഷൻ ആൻഡ് വോയിസ് ക്വാളിറ്റി. So there should be periodical alteration of pitch and volume while lecturing with some conscious effort for voice gradation in order to highlight the important points and to attain the objectives of the class. ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഒരേ ട്യൂണിലാണ് പറഞ്ഞു പോകുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി മോണോട്ടനസ്, ഉറക്കം വരും അല്ലേ. അതേസമയം കയറി ഇറങ്ങി സ്ട്രെസ് ചെയ്യേണ്ട എടുത്ത് സ്ട്രെസ് ചെയ്ത് സോഫ്റ്റായിട്ട് പറയേണ്ട അടുത്ത് സോഫ്റ്റായിട്ട് പോവുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി interesting in order to hear as well as in order to grasp the knowledge. So for this we had a teacher who teached us like nursing education ഒരു dry subject ആണ്. അതേസമയം the teacher was like ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആണ്, പുള്ളിക്കാരി ഭയങ്കര സ്വീറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അവിടെ വോയിസ് ഗ്രഡേഷൻ ഒന്നുമില്ല, ഒരേ സ്വീറ്റ് വോയിസിൽ പാട്ട് പാടുന്ന പോലെ പഠിപ്പിക്കും. പക്ഷേ അവിടെ എന്താ ഉണ്ടാവുക, ടീച്ചർ വരുന്ന പാടെ ഞങ്ങൾ പറയും അയ്യോ ഉറക്കം വരുന്നേ എന്ന് പറയും. So this is what happens when the voice is monotonous or the class is monotonous. The teacher should adequately use up voice gradation and voice quality. Adequate pacing. A teacher has to organize the contents effectively and pace the lecture in a comprehensible manner in accordance with the receptivity level of the students. സോ ഒരു സ്ലോ പേസും ആവാൻ പാടില്ല, അതുപോലെ തന്നെ പേസ് ഭയങ്കര ഫാസ്റ്റും ആവാൻ പാടില്ല. കുട്ടികളുടെ റിസപ്റ്റീവ് ലെവൽ അതനുസരിച്ചായിരിക്കണം ഒരു ടീച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പേസിങ്. ആൻഡ് ഒരു മോഡറേറ്റ് പേസിങ് ആണ് ഏതൊരു ലെക്ചറിനും ഏറ്റവും നല്ല മെത്തേഡ് ഓഫ് പേസിങ്. So the teacher has to develop a routine pacing of going fast while simple topics are discussed, while slow down while difficult areas are being taught. സോ ഉള്ള കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോവുകയും പിന്നെ പുതിയൊരു കാര്യം പറയുമ്പോൾ അത് നിർത്തി ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു പോകാനായിട്ടും ഒരു ടീച്ചർ ശ്രദ്ധിക്കണം.
The next is proper body language. A teacher has to be aware about the body language while lecturing. The teacher should maintain eye contact with the students, move towards the students in between rather than continuously standing at the podium, modest use of hands, and recommended rather than keeping arms crossed or collapsed. സോ ഒരു ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ടീച്ചറിൻ്റെ ബോഡി ലാംഗ്വേജ് ആണ് അല്ലേ. ചില ആൾക്കാർ മാനറിസംസ് ഉണ്ടായിരിക്കും, അവർക്ക് ചിലപ്പോൾ കൈ ഇങ്ങനെ ആട്ടുന്നതാവാം, അല്ലെങ്കിൽ തലയൊന്ന് ഷേക്ക് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ കണ്ണിങ്ങനെ അടയ്ക്കുന്നതാവാം. കുട്ടികൾ പലപ്പോഴും ചെയ്യുക ക്ലാസ്സിൽ എത്ര പ്രാവശ്യം ടീച്ചർ അങ്ങനെ ചെയ്തു എന്ന് എണ്ണുകയാണ്. സോ സച്ച് മാനറിസം ഷുഡ് ബി അവോയ്ഡഡ്. Proper body language should be used. Here, the teacher should maintain eye contact, should move around in the class, and modest use of hands are recommended. Control annoying mannerism. So, annoying mannerisms can be there in all of us. നമ്മൾ പലപ്പോഴും നമ്മൾ അറിയാതായിരിക്കും അത് പറഞ്ഞു പോവുക. ചിലപ്പോൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് സോ എന്ന് റിപ്പീറ്റ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു വേർഡ് റിപ്പീറ്റ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ചില ടീച്ചേഴ്സ് ഇങ്ങനെ സാരി തുമ്പി പിടിച്ച് ഇങ്ങനെ ആക്കുന്നതാവാം, അല്ലെങ്കിൽ എന്താ കണ്ടിന്യൂസ് ആയിട്ട് ഹാൻഡ് ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാവാം. ഇങ്ങനെ പലതരത്തിലുള്ള മാനറിസം ഓരോരുത്തരും കാണിക്കാനുണ്ട്. ദിസ് ഷുഡ് ബി അവോയ്ഡഡ്, അതർവൈസ് ഇറ്റ് വുഡ് ബി അനോയിങ്. ആൻഡ് ഇൻ ഓർഡർ ടു അവോയ്ഡ് ദിസ്, the teacher should practice in front of a mirror or record the lecture, then listen to it, obtain feedback from the students as well as the peer teachers. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മാനറിസത്തിനെ മനസ്സിലാക്കാനും അതിനെ കോൺഷ്യസ്ലി അവോയ്ഡ് ചെയ്യാനായിട്ടും ചെയ്യാൻ പറ്റുക. The next technique is judicious use of aviates. So according to the lecturing method, appropriate aviates should be used up in order to promote or in order to facilitate the learning process. The next lecturing technique is simple plans and key points. So a simple plan for delivering lecture should be made priorly. Key points should be identified and the whole lecture should be centered around it, and this helps in recollecting the content easily. സോ ഒരു ലെക്ചർ പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റെ കീ പോയിൻറ്റ്സ് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ കീ പോയിൻറ്റ്സിനെ വെച്ചിട്ടായിരിക്കണം ആ ഒരു ഹോൾ ലെക്ചറിനെ പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ കുട്ടികൾക്ക് ആ ഒരു കീ പോയിൻറ്റ്സ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ടും റീകളക്ട് ചെയ്യാനായിട്ടും ഒക്കെ പറ്റും. The next technique is elicit feedback from the students. So regular feedback should be obtained from the students, and this can be used up for critically evaluating the effectiveness of lecture and ensuring remedial measures. സോ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കണം. എങ്ങനെയാണ് ലെക്ചർ പ്രോപ്പറായിട്ട് മനസ്സിലാവുന്നുണ്ടോ അവർക്ക്, ഇനി അതിനെ മോഡിഫൈ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും. സോ ദ ടീച്ചർ വിൽ ബി അവെയർ അബൌട്ട് ദിസ് ആൻഡ് റെമഡിയൽ മെഷേഴ്സ് ക്യാൻ ബി ടേക്കൺ. The next technique is provide further clarification. So the teacher should provide adequate clarifications of concepts like eliciting examples or illustrations. She should assess the need for further clarification in between classes and should provide it if it is needed. സോ ഒരു പോയിന്റ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിൽ അതിനെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എക്സാമ്പിൾസോ അല്ലെങ്കിൽ ഇല്ലസ്ട്രേഷൻസോ ഫ്ലോ ചാർട്ട്സോ ഒക്കെ ഉപയോഗിക്കാം. അതുമാത്രമല്ല ക്ലാസ്സിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ചോദിക്കണം, എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ടീച്ചർ ശ്രദ്ധിക്കണം. The next thing is time management. The teacher should always maintain a proportion between the time and the content. This proportion will allow the teacher to cover the stipulated topic within the allotted time. And whenever the teacher is taking a lecture, she should avoid deviation from the major objectives. So time management എപ്പോഴും പലരും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. This should be maintained. സോ സബ്ജക്റ്റ് മാറ്ററും ടൈമും തമ്മിലൊരു പ്രപ്പോർഷൻ കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ആദ്യമേ നല്ല ലാഘവത്തോട് കൂടിയിട്ട് അവസാനം ടൈം തീരാറാവുമ്പോൾ എല്ലാം കൂടെ ഓടിപ്പിടിച്ച് പറയേണ്ടതായിട്ട് വരും. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദിസ്, ഡീവിയേഷൻ ഫ്രം ദ മെയിൻ ടോപ്പിക് ഷുഡ് ബി അവോയ്ഡഡ്. So these were the various lecturing techniques that can be used in order to make this teaching activity effective, and the various techniques are voluntary dissemination of information or spontaneity, voice gradation and voice quality, adequate pausing, proper body language, control of annoying mannerism,